ജനാർദ്ദനക്കുറിപ്പാണ്. വാശികവും പഞ്ചതത്വവും എന്നുള്ളതിൽ നമ്മൾ പഞ്ചേന്ദ്രിയ ധ്യാനം പേജ് 184. മുമ്പ് പഞ്ചഭൂത ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള ദേഹാവയവങ്ങൾ ധ്യാനിക്കുക. ഭൂഗണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 11 കാര്യങ്ങളിൽ ഓരോന്നിലും വേറെ വേറെ ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനിക്കുക. അതിനുശേഷം ഘ്രാണേന്ദ്രിയമായ മൂക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുക. ഇടത് നാസാരാന്തരം ഇട എന്നും വലത് നാസാരാന്തരം പിങ്കള എന്നുമുള്ള നാഡികൾ വന്ന് അവസാനിക്കുന്ന സ്ഥാനങ്ങളാണ്. അതിനാൽ നാസാരാന്തരങ്ങളെയും ഇട എന്നും പിങ്കള എന്നുമുള്ള നാഡീഞരമ്പുകളെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ധ്യാനിക്കുക. തുറന്ന് തലച്ചോറിൽ നിന്നും നട്ടലിനുള്ളിൽ കൂടി പോകുന്ന സുഷുമ്നാ നാഡിയിൽ ധ്യാനിക്കണം. ഇട, പിങ്കള, സുഷുമ്ന എന്നീ നാഡികൾ നട്ടലിനുള്ളിൽ കൂടി വന്ന് നട്ടലിൻ്റെ ഏറ്റവും അടിയിലെ കശേരുവിന് താഴെ വരെ എത്തുന്നു. ഇവയെ മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കുക. പ്രാണശക്തി നന്നായിരിക്കട്ടെ എന്ന് ചിന്തിച്ച് ധ്യാനിക്കുക. ജലഗണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 11 കാര്യങ്ങൾ ഓരോന്നിലും വേറെ വേറെ ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനിക്കുക. പിന്നീട് രസനേന്ദ്രിയമായി നാവ് പ്രത്യേകം ശ്രദ്ധിക്കുക. നാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുക. നമ്മുടെ വാക്കും രസവും നന്നായിരിക്കട്ടെ എന്ന് ധ്യാനിക്കുക. അഗ്നിഗണങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 11 കാര്യങ്ങൾ ഓരോന്നിലും പ്രത്യേകം ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനിക്കുക. പിന്നീട് കണ്ണും മനസ്സിൽ കൊണ്ടുവന്ന് ധ്യാനിക്കണം. 2 കണ്ണുകളെയും ചേർത്ത് ഒരു നേർവര ചിന്തിച്ച് അതിൽ ധ്യാനിക്കാം. കണ്ണുകൾ വേറെ വേറെയായും ധ്യാനിക്കാം. നല്ല കാഴ്ചശക്തി, കണ്ണുകളുടെ ആരോഗ്യം എല്ലാം ധ്യാനിക്കാം. ഈ ധ്യാനങ്ങളിലെല്ലാം ജീവശക്തി കൊണ്ടുവന്ന് ഓരോരോ അവയവങ്ങൾ എത്തിച്ച് അവയിൽ ധ്യാനിക്കുന്നത് വളരെ ഗുണപ്രദമാകും. വായുഗണങ്ങൾക്ക് പറഞ്ഞ 11 കാര്യങ്ങൾ ഓരോന്നിലും ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനിക്കാം. പിന്നീട് ത്വഗിന്ദ്രിയത്തിൽ ശരീരമാകെ ശ്രദ്ധ കൊണ്ടുവന്ന് ധ്യാനിക്കാം. ത്വക്കിൻ്റെ ആരോഗ്യവും പുഷ്ടിയും സൗന്ദര്യവും ഉണ്ടാക്കുവാൻ ത്വക്കിൽ ധ്യാനിക്കാം. ആകാശഗണങ്ങൾക്ക് പറഞ്ഞ 14 കാര്യങ്ങൾ ഓരോന്നിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കാം. തുറന്ന് ചെവികളിലും ഓരോന്നിലും വേറെ വേറെ ശ്രദ്ധിച്ച് അവയുടെ ഉള്ളിലുള്ള അവയവങ്ങളിൽ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ചും ധ്യാനിക്കുക. നന്നായി ശബ്ദം കേൾക്കാനും ആസ്വദിക്കാനുള്ള പുഷ്ടി ഉണ്ടാകുന്നതിനെ ശ്രദ്ധിച്ച് ധ്യാനിക്കണം. ചെവികൾ തമ്മിൽ അദൃശ്യമായി ബന്ധിച്ച് ആ ബന്ധത്തിലും ധ്യാനിക്കാവുന്നതാണ്. ഭൂമിഭൂതത്തിലെ ഗന്ധം, ഘ്രാണേന്ദ്രിയം, മൂക്ക്, മാംസം, അസ്ഥി, ഞരമ്പുകൾ, രോമങ്ങൾ, ത്വക്ക്, ഉപസ്ഥം വെച്ചാൽ മടിക്കെട്ട്, പ്രാണൻ എന്ന വായു, അന്നമയ കോശം എന്നിവ ഭൂഗണങ്ങളാണ്. ഈ ഭൂഗണങ്ങളെയാണ് നമ്മൾ ഗന്ധം മൂക്കിൽ ചെയ്യുന്നത്. ജലം, രസം, രസനേന്ദ്രിയം, വിയർപ്പ്, രക്തം, മൂത്രം, ശുക്ലം, ഉമിനീർ, ഗുദം, അപാൻ എന്ന വായു, പ്രാണാമയ കോശം എന്നിവ ജലഭൂതമാണ്. അതിനാണ് രസം നാവിൽ ചിന്തിക്കാൻ പറഞ്ഞത്. അഗ്നി, രൂപം, കണ്ണ്, പാദം, വിശപ്പ്, ദാഹം, മോഹാലസ്യം, ഉറക്കം, തേജസ്, വ്യാനൻ എന്ന വായു, മനോമയ കോശം എന്നിവയെല്ലാം അഗ്നിഭൂതമാണ്. അതാണ് കണ്ണിലെ ശ്രദ്ധിച്ച് ധ്യാനിക്കാൻ പറഞ്ഞത്. സ്പർശം, ത്വക്കിന്ദ്രിയം, ത്വക്ക്, കൈകൾ, കാലുകൾ, ശരീര ചലനം, വിറയൽ, ഇളക്കം, ഉദാനം എന്ന വായു, വിജ്ഞാനമയ കോശം എന്നിവ വായുഗണമാണ്. ത്വക്കിൽ മുഖത്തും ദേഹത്തുള്ള ത്വക്കിൽ നോക്കാം. ആകാശം, ശബ്ദം, ശ്രോത്രേന്ദ്രിയം, രാഗം, ദ്വേഷം, മോഹം, ഭയം, ജരാനരകൾ, നിന്ദ്യവസ്തുക്കൾ, വിറപ്പ്, ആ വസ്തുവിൽ അധികമായ ആഗ്രഹം, ഗുണദോഷം, ജ്ഞാനമില്ലായ്മ, വയോഹാനി, വാക്ക്, സമാനം എന്ന വായു, ആനന്ദമയ കോശം. ശബ്ദത്തിൻ്റെ ഭാഗമാണ് ചെവി. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെയും പറഞ്ഞു. ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, കണ്ണ്, ത്വഗിന്ദ്രിയം, ശ്രോത്രേന്ദ്രിയം ഇവയാണ് പറഞ്ഞത്. അതിൽ ധ്യാനിക്കുന്നതുകൊണ്ട് അവയെല്ലാം നന്നായി തീരും. ഇട, പിങ്കള, സുഷുമ്ന നാഡികളിൽ കൂടെ ധ്യാനിക്കാനും പറഞ്ഞു. ഇടയിൽ കൂടെ പ്രാണനെ എടുത്ത് ഓരോരോ സ്ഥാനങ്ങളിൽ വയ്ക്കാം. പിങ്കളെ കൂടെ എടുത്ത് ഓരോരോ സ്ഥാനങ്ങളിൽ വയ്ക്കാം. പിന്നെ സുഷുമ്നയെ കൂടി എടുത്ത് ഓരോരോ സ്ഥാനങ്ങളിൽ വയ്ക്കാം. ഇതാണ് പറഞ്ഞത്. പഞ്ചഭൂത തത്വധ്യാനം എന്നുള്ള വിഷയം കഴിഞ്ഞു. നമഃ ശിവായ.